വളരെ ഈസി ആയിട്ടുള്ളൊരു സേമിയ പായസത്തിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ട ചേരുവകൾ: സേമിയ, പഞ്ചസാര, 3 ഏലക്ക, കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, 2 പാക്കറ്റ് പാല്. ആദ്യം തന്നെ നമുക്കൊരു കവർ പാക്കറ്റ് പാല് തിളപ്പിക്കാനായിട്ട് വെക്കാം. അതേസമയം മറ്റൊരു പാത്രത്തിൽ നെയ്യ് ചൂടാക്കി അതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സേമിയ കൂടെ ചേർത്ത് നന്നായിട്ട് വറുത്തുകൊണ്ടിരിക്കാം. ഇത് നന്നായിട്ട് വറവായി വരുമ്പോൾ നമുക്കിതിലോട്ട് പാൽ ഒഴിക്കാം. നമ്മൾ നേരത്തെ ചൂടാക്കാൻ വെച്ച പാലാണ് ഇതിലോട്ട് ഒഴിക്കുന്നത്. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ച പഞ്ചസാരയുടെ പകുതി മാത്രം ചേർക്കുക. ഇപ്പോൾ നമ്മൾ പകുതി മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ബാക്കിയുള്ള ഒരു പാക്കറ്റ് പാലും കൂടെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആ പകുതി പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി അതിലോട്ട് അത് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ എടുത്തു വെച്ച നമ്മുടെ ഏലക്ക കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കാം. ഇത് നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതേ സമയം മറ്റൊരു പാനിൽ നെയ്യ് ചൂടാക്കി അതിലോട്ട് അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇട്ട് ഇത് വറുത്ത് കോരാം. അണ്ടിപ്പരിപ്പിന് മുന്തിരിയുടെയൊക്കെ അളവ് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. അത് വറുത്ത് വരുമ്പോൾ നമ്മൾ ആ നെയ്യോട് കൂടെ നമ്മുടെ സേമിയ പായസത്തിലോട്ട് ചേർത്ത് വീണ്ടും നന്നായി യോജിപ്പിക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സേമിയ പായസം റെഡി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.